ഫ്രണ്ട്സ്, NH47 വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം തിരുമുല്ലാവാരം ബീച്ചിലാണ്. നമ്മൾ ഒന്ന് രണ്ട് ബീച്ച്, കൊല്ലം ബീച്ചായാലും നമ്മൾ താന്നി ആയാലും അതുപോലെ തന്നെ നമ്മൾ കാപ്പൽ ബീച്ചായാലും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം തിരുമുല്ലാവാരം ബീച്ചാണ്. ഇത് ഏകദേശം നമ്മളെ കൊല്ലം ബീച്ചിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തിരുമുല്ലാവാരം ബീച്ച്. കൊല്ലക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ബീച്ചാണ് തിരുമുല്ലാവാരം ബീച്ച്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ നമുക്ക് ഈ ബാഗിൽ കാണുന്നതാണ് നമ്മൾ പറ്റുന്നുണ്ടായിരിക്കും. തിരകൾ വളരെ കുറവാണ്. അതുകൊണ്ട് കൂടെ തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റഷോ കാര്യങ്ങളോ ഒന്നും കാണില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബലിതർപ്പണത്തിന്, അതായത് നമ്മൾ എന്താ പറയുക, പിതൃ ബലിതർപ്പണത്തിന് എല്ലാവരും വരുന്ന ഒരു ബീച്ചും കൂടാണ് നമ്മളെ തിരുമുല്ലാവാരം ബീച്ച് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തിരുമുല്ലാവാരം ബീച്ചിൽ വരാനായിട്ടുള്ള വഴി ഏകദേശം കൊല്ലത്തുള്ളവർക്കാണെങ്കിൽ ഒരു അറിയുന്ന ആൾക്കാരായിരിക്കും. അതല്ല കൊല്ലത്തു നിന്നുള്ളവരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊല്ലം എന്താ പറയുക, കരുനാഗപ്പള്ളി അവിടെ നിന്നൊക്കെ വരുന്നവരാണ്. ഇവിടെ മുളങ്കാട് എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെയാണ് നമുക്ക് ഈ തിരുമുല്ലാവാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബീച്ചിലേക്ക് വരാൻ സാധിക്കുന്നത്. നമ്മൾ കൊട്ടാരക്കര അങ്ങനെ വരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നേരെ കരുനാഗപ്പള്ളി ആ റോഡിൽ തന്നെ നമുക്ക് മുളങ്കാടൻ അമ്പലം ആ ഒരു ഏരിയയിൽ നിന്നാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റുന്നത്. പിന്നെ അഞ്ചേലുമൂടാണ് നിയർ ബൈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തിരുമുല്ലാവാരം ബീച്ചിൻ്റെ ഈ ബലിതർപ്പണ ഏരിയ ആണ്. ഇത് കാണാൻ സാധിക്കും. ഒരുപാട് തുണികളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഏതോ ഒരു ബലിതർപ്പണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ഇവരെ ഈ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇനി നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ബലിതർപ്പണ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അവിടെയായിട്ട് നമുക്ക് കുറച്ച് ഇരിക്കാനും അതുപോലെ തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലമുണ്ട്. നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് നേരിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ വന്നൊരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഇത് വരുന്ന വഴിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ആ അമ്പലമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പല ചടങ്ങുകളും നടക്കുന്ന ഒരു ഏരിയയും കൂടാണ് ഇത്. അതുപോലെ തന്നെ ഒരുപാട് വിദേശികളും വന്ന് ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഫേമസ് ആക്കിയ ഒരു ബീച്ചാണ്. അപ്പം തിരുമുല്ലാവാരം ബീച്ച് എന്ന്. അപ്പം നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലോട്ടൊന്നും അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ തിരുമുല്ലാവാരം വന്ന് കയറുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല അടിപൊളി ഒരു കുളമാണ്. അപ്പം കുളവും കടലും അടുത്തടുത്ത് വരുന്ന ഏക ഒരു സ്ഥലമാണ് നമ്മളെ തിരുമുല്ലാവാരം ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് പിള്ളേർ വന്ന് കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴും കുളി നടക്കുന്നുണ്ട്. ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് വന്നിരിക്കാൻ തോന്നും. ഒരുപാട് സൂം ചെയ്യുന്നില്ല. പിള്ളേരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുന്ന കുളമാണ്. നമുക്കിന്ന് ഇവിടെയൊക്കെ തന്നെ കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫ്രണ്ട്സ്, നമ്മൾ ആ കുളമൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ നടന്നു വരുമ്പോഴാണ് നമ്മൾ ഈ തിരുമുല്ലാവാരം ബീച്ചിലോട്ടുള്ള എൻട്രൻസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോ പറയാൻ വേണ്ടി മാത്രമാണ് അവിടെ പോയി എന്നൊരു ഇൻട്രോ പറഞ്ഞത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് വഴി എന്ന് പറയുന്നത്. നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലോട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കുറച്ച് തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുത്തുന്ന കടകളാണ് ഒരു സൈഡ് മൊത്തം ഉള്ളത്. അവിടെ ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. വലിയ തിരക്കില്ല, എന്നാലും ഒഴിവ് ദിവസങ്ങളിൽ കുറച്ച് തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ഒരു ഗാന്ധി പ്രതിമ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ വണ്ടി ഈ ലാസ്റ്റ് കിടക്കുന്ന ഒരു വണ്ടി കിടക്കുന്നവരെയാണ് നമുക്ക് പാറുള്ളൂ. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഈ ആൾക്കാർക്ക് ഇരിക്കാനുള്ള കുറച്ച് ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഗാന്ധിജിയുടെ ഒരു പ്രതിമ കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദേശീയ ഗാന്ധി ദർശൻ സമിതി എന്ന് പറയുന്ന തിരുമുല്ലാവാരം ഗാന്ധി ഘട്ട് അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുന്ന ആ ഒരു പ്രതിമ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇനാഗുറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ആരൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇതാണ് ബലിതർപ്പണ ഏരിയയും അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് കാല് നനയ്ക്കാനൊക്കെ ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഈ റീസെൻ്റായിട്ട് എന്തോ ഒരു ബലി പരിപാടികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം നമുക്കിവിടെ ഇത്രയൊരു രീതിയിൽ ഇങ്ങനെ കിടക്കുന്നത്. അതിനുശേഷം ഇവരൊന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനാണ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പാണ് ഞാനൊരു വീഡിയോ എടുത്തത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലത്തെ സൈഡിലോട്ടാണ് ആ ഒരു ബലിതർപ്പണ ഏരിയ കാണുന്നത്. ഇവിടുന്ന് ഇടത്ത സൈഡിലോട്ട് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ ഇതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് കുട്ടികൾ കളിക്കാനുള്ള കളിക്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഈ മഴയും അതുപോലെ തന്നെ ഈ ഒരു റസ്റ്റ് പ്രശ്നം ഉണ്ടായതുകൊണ്ടായിരിക്കും അത് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ കുറച്ചും കൂടെ ഒരു വിശാലമായ ഒരു ഏരിയയാണ്. വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ നമുക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബലിതർപ്പണ ഏരിയ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ലെഫ്റ്റ് സൈഡിലോട്ടും ചെറിയൊരു ഫുട്പാത്ത് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നേരം പോയി ഇരിക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഡീപ്പ് ഉള്ളിലോട്ട് കടലിൻ്റെ ഉള്ളിലോട്ട് കയറി നിന്ന് കാണാൻ സാധിക്കും.
വെയിലല്ല, ഒരു മഴയുടെയും വെയിലിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. വലിയ വെയിലും ഇല്ല, എന്നാൽ ചൂടും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ് ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വന്നാൽ കുറച്ച് നേരം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാനും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റിയ ആംബിയൻസ് ആയിരിക്കും. സൺസെറ്റ് കാണാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഫാമിലി വന്ന് അവിടെ ബലി ഇടുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണെന്ന്, ഒരുപാടൊന്നും എടുത്തില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ അത് എടുത്തുള്ളൂ. പിന്നെയുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങ് ദൂരെ കാണുന്നുണ്ട്, അതങ്ങനെ ഒരു സംഭവമുണ്ട്. കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ അതുപോലെ ഒരെണ്ണം ഇപ്പുറത്തും ഞാൻ നടന്നു പോകുന്ന ഏരിയയിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫാമിലി നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ കാര്യങ്ങൾ എടുത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ മുന്നിലോട്ട് പോയി അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു നമ്മളെ ലൈറ്റ് ഹൗസിൻ്റെ സൈഡൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയും ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടെന്ന് ആൾക്കാർ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി. പക്ഷേ മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് പോകുന്ന വഴിയൊക്കെ കുറച്ച് ചെളി പിടിച്ച് കിടക്കുന്നതായിരുന്നു. അതുകൊണ്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക, നമ്മളെ ഈ സൈഡിൽ, ഈ പാറക്കെട്ടിൻ്റെ സൈഡിൽ താക്കോലോ കാര്യങ്ങളോ ഒന്നും വീണ് പോകാൻ നോക്കിയാൽ, ഫോൺ ആയിരുന്നെങ്കിൽ പോലും വീണ് പോയി കഴിഞ്ഞാൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതും കൂടെ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പാസ് ചെയ്ത് പോയ സ്ഥലത്ത് നിന്ന് ഫാമിലി പോയി. അപ്പോൾ നമ്മൾ അവിടെ വന്നിരുന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ വന്ന് ഇരുന്ന ആ ഒരു കപ്പിൾസൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണിത്. ഈ കപ്പിൾസാണ് ഇവർ രണ്ടുപേരും ഇവിടെ നിന്നത്. അപ്പോൾ അതുകൊണ്ട് പോയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഈ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ വരുന്ന വഴിക്ക് വീഡിയോ എടുത്ത് അവരെയൊക്കെ കാണുന്നുള്ള ഇതുകൊണ്ട് അവർക്ക് പ്രൈവസി മാനിച്ചുകൊണ്ട് നമ്മൾ ആ വീഡിയോ എടുത്തില്ല. നമ്മളിവിടെ വന്നിരുന്നാണ് ആ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിന് പാരലായിട്ട് അപ്പുറത്തും ഇതുപോലെണ്ണം കെട്ടിയിട്ടുണ്ട്. അവിടെ പോയിരുന്നാൽ കുറച്ചും കൂടെ അങ്ങോട്ടുള്ള ഒരു ഏരിയ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് ചൂണ്ടയിടാനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഒരു ഏരിയ ആണ്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസിനും പറ്റിയ ഒരു വ്യൂ ഉള്ളൊരു ഏരിയ ആണ്. വരുന്നവർ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. കൊച്ചു കുട്ടികളെ കൊണ്ടുവരുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ വേറെ ബാരിക്കേഡോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റ് വെള്ളത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈ പാറയിലൊന്നും ഇറങ്ങി നിൽക്കാൻ ശ്രമിക്കരുത്, കാര്യം പഴുക്കളുള്ള പാറയാണ്, പോയി തലയിടിച്ചൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഞണ്ടിനെ ഒരുപാടായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിരിക്കാൻ തിരുമുല്ലാവാരം ബീച്ചിലാണ്. നമുക്ക് ആ സൈഡിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ലൈറ്റ് ഹൗസ്, നമ്മൾ ഇന്നാള് നമ്മൾ പോയ വീഡിയോ എടുത്ത ലൈറ്റ് ഹൗസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഈ പുലിമുട്ടാണത്തുള്ള സംഭവം വെച്ച് കാരണം നമുക്ക് നല്ല രീതിയിൽ ഈ തിര എൻജോയ് ചെയ്യാൻ പറ്റും. ഇറങ്ങി പോകരുത്, ഫോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സേഫായിട്ട് വെച്ചിട്ട് വേണം ഇവിടെ നിൽക്കാം. കാര്യം തെന്നി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് തിരിച്ച് കിട്ടാനൊന്നും പാടായിരിക്കും, കാര്യം മൊത്തം പാറക്കല്ലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വൈകുന്നേരം സമയങ്ങളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സൺസെറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിയായിട്ടൊക്കെ വരുന്നതിന് അത്യാവശ്യം വന്നിരുന്ന് ചെയ്യാൻ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ കൊല്ലത്തെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് അപ്പോൾ ഈ തിരുമുല്ലാവാരം ബീച്ച്. നമുക്ക് ആ സ്ഥലത്തും കൂടെ ഒന്ന് പോയിട്ട് വരാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, നമ്മളെ ലൈറ്റ് ഹൗസ് കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇന്ന് വലിയ റഷ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ റഷ് വരും. നമുക്ക് ആ ഒരു കോർണറിൽ ഒന്ന് പോകാനുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കും, ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. പിന്നെ അവിടെ സ്കൂളോ കാര്യങ്ങളോ എന്തൊക്കെയോ കെട്ടുന്നുണ്ട്, അതും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തിരുമുല്ലാവാരത്ത് തന്നെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം കണക്കത്തെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൂടെ നമുക്ക് വൺ സൈഡ് നടക്കുകയും ചെയ്യാം, വൺ സൈഡ് നമുക്ക് ഇവിടെ കടൽ ആസ്വദിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഹോട്ടലോ റിസോർട്ടോ അങ്ങോട്ടായിരുന്നു. അപ്പോൾ അത് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ കുറച്ച് നേരം പോയി നിന്നായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഈ ഒരു ഫുട്പാത്തിലൂടെ നേരെ നമുക്ക് ആ ഒരു കോർണറിലോട്ട് പോകും. അതിന് മുമ്പ് തന്നെ നമുക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു സംഭവം കാണുന്നുണ്ടോ? ഇത് പാർക്ക് എങ്ങാണ്ടായിരുന്നു, നല്ല രീതിയിൽ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, പക്ഷേ ആരോ യൂസ് ചെയ്യാതെയും അതുപോലെ തന്നെ മറ്റ് എന്തോ സാങ്കേതിക പ്രശ്നങ്ങളായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഏതോ റിസോർട്ടോ എന്തോ സംഭവമായിരുന്നു, ഹോട്ടലോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പം വർക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ല, ഇത് മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പം അതിൻ്റെ തന്നെ ഒരു വാളായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പം ഇവിടെ ഇനി എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങേ അറ്റം വരെ ഒന്ന് പോയിട്ട് വരാം. അത്യാവശ്യം എന്താ പറയുന്നത്, ഇപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കിടക്കും. അതുകൊണ്ടൊന്ന് നോക്കി വരിക. അതുപോലെ തന്നെ ഈ ഇരുമ്പ് കമ്പികളൊന്നും കാലിലേക്ക് കൊത്തി കയറാൻ നോക്കണം. അത് ഇതൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അങ്ങേറ്റം ഒന്ന് പോയി ഒരു വീഡിയോ 2 ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തിട്ട് നേരെ അങ്ങ് അപ്പുറത്ത് സൈഡിലോട്ട് ഒന്ന് പോയിട്ടാം.
ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പോർഷൻ്റെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സംഭവം കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. വേണ്ട, നമ്മളെ ലൈറ്റ് ഹൗസിൻ്റെ നല്ല അടിപൊളി ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. കുറച്ച് ഷേക്കിങ് കാണും, അത് സൂം ചെയ്യുന്നതിൻ്റെയാണ്. കണ്ടോ, നമ്മൾ ഈ ഒരു വ്യൂ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് നിന്നാൽ കിട്ടത്തില്ല. കാര്യം ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇത്രയും ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന ഏക ഒരു സ്ഥലമാണിത്. പിന്നെ നമ്മൾ കൊല്ലം ബീച്ചിൽ നിന്ന് കാണും, പക്ഷേ എത്ര അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. സൂം ഔട്ട് ചെയ്യുകയാണ്, കാര്യം ഈ ഒരു ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ സൂം ഔട്ട് ചെയ്യുകയാണ്. അപ്പം ഇതാണ് നമ്മൾ തിരുമുല്ലവാരം ബീച്ചിൻ്റെ ആ ഒരു ലൈറ്റ് ഹൗസ് വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് അത് ലൈറ്റ് ഹൗസ് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പം ഞാൻ നേരത്തെ വന്ന് നിന്ന സ്ഥലം അപ്പുറത്തായിരുന്നു. അപ്പോൾ അതേ കണക്ക് തന്നെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ വന്നിരുന്നത് നമ്മൾ ആ ഒരു ഏരിയയിലോട്ടാണ് ഞാനിവിടെ വന്നിരുന്നത്. ഇപ്പോൾ വന്നിരുന്നത് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഈ സൈഡിലോട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ എന്നാലും സെയിം തന്നെയാണ്. നമ്മൾ ഈ പുലിമുട്ടാണത്തുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയില്ല, നമുക്ക് ഈ തിരകൾ കാര്യങ്ങളൊക്കെ വരുന്നതിനെ കട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. തിര വന്ന് കയറുന്നത് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അത് തിരയ്ക്ക് അത്രയും ഫോഴ്സായിട്ട് വരത്തില്ല. അതിനുശേഷം അത് നോർമലായിട്ട് അങ്ങ് മാറും. അപ്പോൾ അല്ലെ ഫോഴ്സായിട്ടുള്ള തിര കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നോർമൽ ഒരു രീതിയിലോട്ട് മാറും. അവിടാണ് നമ്മൾ ഇന്നാൾ പോയത്. ഞണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അവിടെ. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ട് നേരെ കഴിഞ്ഞ് മെയിൻ എൻട്രൻസിൽ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റിനകത്തുള്ള അതിൻ്റെ പേര് ചെക്ക്മേറ്റ് ഗാർഡൻസ് എന്നുള്ളതാണ്. എന്തോ സാങ്കേതിക കാരണങ്ങളാലാണ് ഇത് അടച്ചു പൂട്ടിപ്പോയത്. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നെ കൂടുതലായിട്ട് അറിയുന്നത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് തന്നെ അവിടെ ഈ നമ്മളെ ഈ ഒരു കുളത്തിൽ കുളിക്കാനായിട്ടുള്ള കുട്ടികളൊക്കെ വന്നിരുന്നവർ അത്യാവശ്യം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് പോയില്ല, കുറച്ച് നേരം ദൂരെ നിന്ന് നോക്കി എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇവർ. അപ്പം കുട്ടികളാണ്, അപ്പുറത്ത് തന്നെ ഒരു ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കളിക്കാൻ വന്ന കുട്ടികളാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ചുമ്മാ വന്ന് എൻജോയ് ചെയ്യുന്നത്. സമയം പോകുന്നതോടെ പിന്നെ 1 by 1 ആയിട്ട് ഓരോ ഫാമിലികളൊക്കെ വരാൻ തുടങ്ങി. അവർ അവിടെ വരികയും കാല് നനയ്ക്കാനായിട്ടൊക്കെ ഇറങ്ങിയും എൻജോയ് ചെയ്യുന്നതൊക്കെയുള്ള കുറച്ച് ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങളും ആ കുളത്തിൻ്റെ കരയിൽ പോയിരുന്നു കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു. അപ്പം അത്യാവശ്യം നല്ല ആഴം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കുളത്തിന് ഏകദേശം ഒരു 1.5 ആളിൻ്റെ ഹൈറ്റിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ആഴം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് അവർ ഈ ക്രിക്കറ്റ് കളിക്കാൻ വന്ന ക്ഷീണത്തിലാണ് പിന്നെ വന്ന് ഇവിടെ കുളിക്കുന്നത്. കുറേ ഫാമിലീസൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവരെ കൊച്ചുമക്കളുമൊക്കെ ഇന്ന് നീന്തൽ അറിയുന്നവരെ ഇറങ്ങാവുന്ന നല്ല ആഴമുള്ള കുളമാണിത്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ തിരുമുല്ലവാരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. വളരെ ചെറിയ ഒരു വീഡിയോ ആണിത്. കൊല്ലത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ തിരുമുല്ലവാരം ബീച്ച് എന്ന് പറയുന്നത്. അപ്പം കൊല്ലത്തുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്പോട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ ചെറിയായിട്ടൊരു ഗ്രോത്ത് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമാണ്. ഇനിയും പുതിയ വീഡിയോസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്നിക്കൽ പരമായിട്ടും അതല്ല പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.